കിണയാവോ? ഇല്ല, അത് കുഴപ്പമില്ല. മാമ്പഴ പായസത്തിനുള്ള ഒരുക്കമാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് മക്കളെ. ശർക്കര ഉരുകി വരട്ടെ. അപ്പം നമ്മൾ മാമ്പഴ പായസമൊക്കെ റെഡിയായി സെറ്റായിട്ടോ. ഇനി നമുക്ക് കഴിക്കാനെടുക്കാം. കണ്ടോ, നല്ല ഒന്നാം തരം മാമ്പഴ പായസമാണ്. ഓഹ്, എന്നാ ഒരു ഫ്ലേവറാന്നറിയോ. മാമ്പഴ പായസം കോരി എടുക്കുവാണ്. മതി, ഇത് അതിൽ നിന്ന് കിട്ടും. അണ്ടി തട്ടി കുടിക്കുമ്പോ ഞാനതീന്ന് ഇങ്ങനെ ഞരടി ചേർത്തിട്ടില്ല. ഞരടി ചേർത്താൽ കൂടുതൽ കൊഴുപ്പ് കിട്ടും. ഒരാൾക്ക് ഇവിടെ ഞരടി ചേർക്കണം, ഒരാൾക്ക് ഞരടി ചേർക്കണ്ട. അപ്പൊ ഞരടി ചേർക്കാതെ ഇരിക്കണം. അപ്പൊ സ്വയം കഴിക്കണവരത് ഞരടി അത് എടുക്കുക. അതാണ് അതിന്റെ ആസ്വാദ്യത. എന്നാൽ അതിന് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പൊ രണ്ടുപേരും അത് കഴിച്ചു വെച്ച് അഭിപ്രായം പറഞ്ഞത് ഇവിടെ അടുപ്പിച്ച് വെക്കാം. നമ്മൾ മാമ്പഴ പായസം ഉണ്ടാക്കിയ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോഴേക്ക് ചിലരൊക്കെ പറഞ്ഞു ഇങ്ങനെയല്ല മാമ്പഴ പായസം ഉണ്ടാക്കണ്ടേന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മൾ കാലങ്ങളായിട്ട് ഈ മാമ്പഴം ഇങ്ങനെ അണ്ടിയിട്ട് വേവിച്ച് ആണ് മാമ്പഴ പായസം ഉണ്ടാക്കുന്നത്. ഇങ്ങനെ പിഴിഞ്ഞ് കഴിക്കാനൊക്കെ എന്ത് രസമാണെന്നറിയോ. എന്ന് വെച്ചാൽ എല്ലാ മാങ്ങയും ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ഒരു ഫീല് കിട്ടില്ല. കോമൺലി എല്ലാവരും ചിലപ്പോൾ പൾപ്പെടുത്തിട്ടായിരിക്കും ഉണ്ടാക്കുക. പക്ഷേ ഈ ഒരു പെർട്ടിക്കുലർ വെറൈറ്റി മാമ്പഴം ഉണ്ടല്ലോ, അത് പുളിശ്ശേരി ഉണ്ടാക്കാനും ഇങ്ങനെ പായസം ഉണ്ടാക്കാനും ബെസ്റ്റാണ്. പക്ഷേ ഇത് പൂളി പീസാക്കി കഴിക്കാനുണ്ടല്ലോ, അത് ഇതുകൊണ്ട് പറ്റില്ല. കാരണം ഇതിന് നാരുണ്ട്. എൻ്റെയൊക്കെ ഗ്രാൻഡ് മദർ ഉള്ള കാലം തൊട്ടേ ഇങ്ങനെയാണ് ഞങ്ങൾ മാമ്പഴ പായസം ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ്. ഒരു പ്രത്യേക ഹോംലി ഫീലാണ്. കാരണം ഈ രീതിയിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടില്ല. മാമ്പഴ പായസം കഴിച്ചവരുണ്ടോ? വെറുതെ മാമ്പഴ പായസമല്ല, മാങ്ങ അണ്ടി ഇട്ടിട്ട് വേവിച്ചെടുത്ത് ശർക്കരയൊക്കെ പിഴിഞ്ഞ് തേങ്ങാപ്പാലും ഒക്കെ ചേർത്തുണ്ടാക്കിയ നല്ല ഡെലീഷ്യസ് ടേസ്റ്റുള്ള മാമ്പഴ പായസം. ഇറ്റ്സ് വെരി വെരി ഡെലീഷ്യസ്. മാമ്പഴത്തിന് നല്ല മധുരമായിരുന്നു. അതുകൊണ്ട് ശർക്കര കുറച്ചേ ഇട്ടിട്ടുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ ശർക്കരയുടെ ആ റിയൽ ഒരു ഡാർക്ക് ബ്രൗണിഷ് കളർ നിങ്ങൾ കാണാത്തത്. അതുകൊണ്ടാണ്. കാരണം മാമ്പഴത്തിന് നല്ല മധുരമായിരുന്നു. അപ്പം അതുകൊണ്ട് ഒരുപാട് ശർക്കര ഇടേണ്ട ആവശ്യം വന്നില്ല. ഞാൻ കഴിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഡെലീഷ്യസ് ആയിട്ടുള്ള പായസത്തിൽ ഒന്നാണ് ഈ മാമ്പഴ പായസം. നല്ല ടേസ്റ്റാണ്. മാമ്പഴ പായസത്തിൻ്റെ രുചി കൂടുന്നത് എപ്പോഴാണെന്നറിയാം? ഈ മാങ്ങ അണ്ടി ഇങ്ങനെ ഒരെണ്ണം എടുക്കുക, എന്നിട്ട് ഇങ്ങനെ പിഴിഞ്ഞ ഇതിൻ്റെ പൾപ്പെല്ലാം ഇതിലിങ്ങനെ ഇരിപ്പുണ്ടാവും. നല്ല അതിലേക്ക് ശർക്കരയും തേങ്ങാപ്പാലും ഒക്കെ പിടിച്ച് നെയ്യും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇങ്ങനെ കഴിക്കുന്ന മാമ്പഴ പായസം എന്നാ രുചിയാണെന്നറിയോ. പണ്ടത്തെ തറവാട് വീടുകളിലൊക്കെ ചിലപ്പം ഉണ്ടാകാറുണ്ടാകാം ഇതുപോലെ മാമ്പഴ പായസം. ഇങ്ങനെ മാമ്പഴ പായസം കഴിച്ചിട്ടുള്ളവർ പറയണേ. പക്ഷേ ഇത് സീസണൽ ആണ് എന്നുള്ള ഒരു വിഷമം മാത്രമേ ഉള്ളൂ. എപ്പോൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. വല്ലപ്പോഴും മാത്രം. അതായത് മാംഗോ സീസണിൽ നമുക്ക് സമൃദ്ധിയായിട്ട് ഉണ്ടാക്കാം. അത് വീട്ടിൽ നിന്ന് പെറുക്കി എടുത്ത് ഉണ്ടാക്കുമ്പോൾ ഉള്ള ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അത് ഭയങ്കര. മാംഗോവും മാമ്പഴ പായസത്തിനുള്ള മാങ്ങയ്ക്കും ചില പ്രത്യേകതകളുണ്ട്. കുറച്ച് നാരൊക്കെയുള്ള മാങ്ങയാണെങ്കിൽ നല്ല രസമാണ്. കാരണം അത് നമുക്ക് ചെത്തിപ്പൂളി എടുക്കാൻ പറ്റില്ല. അതിങ്ങനെ പിഴിഞ്ഞ് കഴിക്കാൻ പക്ഷെ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കാം. ഇറ്റ്സ് വെരി അമേസിങ്. സാധിക്കുന്നവരൊക്കെ ട്രൈ ചെയ്യാം. ഇതിൻ്റെ റെസിപ്പി നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ ഓൾറെഡി. വേണേ പറഞ്ഞാൽ മതി. തേങ്ങാപ്പാൽ പിഴിയുന്ന ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാൻ. അപ്പോൾ ഇത് കണ്ടിട്ട് എത്ര പേർക്കാണ് മാമ്പഴ പായസം കഴിക്കാൻ തോന്നിയെന്ന് കമൻറ്റ് ചെയ്യട്ടോ. മാമ്പഴത്തിൻ്റെ സീസണൊക്കെ അങ്ങ് കഴിയാൻ ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു ഈ വീഡിയോ ഇടാനായിട്ട്. കാരണം എന്നാലല്ലേ നിങ്ങളെ കൊതിപ്പിക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ കണ്ടിട്ട് എനിക്കും കൊതി വന്നിട്ടുണ്ട് കേട്ടോ. നേരത്തെ മാമ്പഴ സീസൺ ഉണ്ടായിരുന്ന സമയത്ത് എടുത്തു വെച്ചിരുന്ന ഒരു വീഡിയോയാണ്. എങ്ങനെയുണ്ട്?